നമസ്കാരം. അങ്ങനെ തഗ് ലൈഫ് കണ്ടു. കമലഹാസൻ്റെ ഏറ്റവും പുതിയ പടം. നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാം എന്താ പറയുക, ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ. പ്രത്യേകിച്ച് 3 ആൾക്കാർ അവർ ഒന്നിക്കുമ്പോൾ ആ ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതുപോലെ കാത്തിരുന്ന ഒരു നിമിഷം എന്ന് വേണേൽ നമുക്ക് പറയാം. ആരൊക്കെയാണ്? കമലഹാസന്, മണിരത്നം, അതുപോലെ തന്നെ AR റഹ്മാൻ. ഈ 3 പേര് ഒന്നിക്കുന്ന സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത്ര ത്രില്ലിങ്ങിലായിരുന്നു, അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് വേണം തന്നെ പറയാം. അങ്ങനെ പടം റിലീസായി, രാവിലത്തെ ഷോ തന്നെ പോയി കണ്ടു. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഈ കഥയെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമയിൽ നമ്മൾ എന്താ പറയുക, പല രീതിയിലും വന്നുപോയ ഒരു പ്രമേയം എന്ന് വേണേൽ പറയാം. രണ്ടാമത് AR റഹ്മാൻ. AR റഹ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ 1-2 സ്ഥലത്തെ മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം കൊള്ളാമെന്നല്ലാതെ നമ്മളെ ശരിക്കും നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ ആ കഥയ്ക്കൊത്ത് പോകുന്നേ ഇല്ലെന്നുള്ളതാണ് എന്താ പറയുക എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ പ്രത്യേകിച്ച് AR റഹ്മാൻ്റെ ഒരു സിനിമയൊക്കെ കാണാൻ കയറുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, രണ്ടാമത് അതിനകത്തെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ ഇതായിരിക്കും അല്ലേ. എന്നാൽ അങ്ങനെ ഒരു അനുഭവപ്പെടുന്ന ഒരു സംഭവം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇതൊരു മണിരത്നം സിനിമയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു നിമിഷമാണ്. കാരണം ഇതെന്താ മണിരത്നം ഇങ്ങനെ ഒരു സിനിമ എടുത്ത് വച്ചേക്കുന്നതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ അദ്ദേഹം എടുക്കുന്നത്? കാരണം നമ്മൾ രാവണനൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും അല്ലേ, തന്നെയല്ല നമ്മൾ പണ്ട് മുതലേ മണിരത്നത്തിൻ്റെ ഫാൻ ആണ് നമ്മൾ. കാരണം മണിരത്നം സാറിൻ്റെ ആ ഒരു ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പണ്ട് സന്തോഷ് ശിവനൊക്കെ ആയിട്ട് ഒന്നിക്കുമ്പോഴുള്ള ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത്ര അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഇത് എവിടെ പോയി മണിരത്നം എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. പിന്നെ രണ്ടാമത് ഇതിനകത്തെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കമലഹാസൻ എന്താ പറയുക, അത്യാവശ്യം അദ്ദേഹം നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്, അദ്ദേഹം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടെ അഭിനയിച്ച് ചിമ്പു ആ പഴയ രീതിയിൽ നിന്നല്ല ഒരുപാട് മാറി എങ്കിൽ പോലും അതെന്തിനാണ് ചിമ്പുവിനെ കാസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. കാരണം ചില വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ചിമ്പു എന്താ പറയുക, നന്നായിട്ട് നല്ല രീതിയിൽ കുളവാക്കി എന്ന് വേണം പറയാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് സമയം പോകുന്നില്ല, ബോറടിച്ചടിച്ചടിച്ചടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു തഗ് ലൈഫ്. കാരണം എന്നറിയോ, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ പോയി കണ്ട സിനിമയാണത്, അതാണ് നമുക്ക് പറ്റിപ്പോയത്. എന്നാൽ ഇന്ത്യൻ ടൂവിനെയൊക്കെ വെച്ചാൽ ഇന്ത്യൻ ടൂവിനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് മേളിലാണ് പടം. പക്ഷേ ഈ പ്രത്യേകിച്ച് മണിരത്നത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ര ഒരു പ്രതീക്ഷയാണ് അല്ലേ. പ്രത്യേകിച്ച് കമലഹാസനുമായിട്ട് ഒന്നിക്കുന്നൊരു സിനിമ, അതിനകത്ത് എടുത്തു പറയത്തക്ക ഒന്നുമില്ലെന്ന് പറയാം. പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് നീണ്ട എന്താ പറയുക, ഒരുപാട് കാസ്റ്റ് ഉള്ള എത്ര നടീനടന്മാരാണോ വന്നു പോയതെന്നറിയോ, അതുപോലെ ആൾക്കാർ. അതെല്ലാം നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ തൃഷയാണേലും നാസർ, അതുപോലെ തന്നെ മലയാളി നമ്മുടെ ജോജി ജോർജൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൗന്ദര്യ. പക്ഷെ ഇവരെല്ലാം വന്നു കഴിഞ്ഞാലും ഈ സ്ക്രിപ്റ്റിങ്ങിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളൊരു സ്റ്റോറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുക, തോന്നുമ്പോൾ വേറൊരു പഞ്ച് കൊടുക്കുക, പിന്നെ അത് വീണ്ടും ഗ്രാഫ് താഴെ പോവുക. അതായത് ഈ പടത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മേലോട്ട് കയറും പിന്നെ ഇറക്കും, മേലോട്ട് കയറും പിന്നെ ഇറക്കും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിന് ശേഷമാണ് എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ഈ സിനിമ ഒരു എൻഗേജഡായിട്ട് നമുക്ക് തോന്നുന്നത്. അത്ര എൻഗേജഡ് അല്ല, അതായത് ഇൻ്റർവെല്ലിന് മുമ്പത്തെ ആ ഭാഗത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻഗേജഡായിട്ട് നമുക്ക് തോന്നുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. പക്ഷെ എന്നാലും ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നിരാശ തന്ന ഒരു സിനിമയാണ് തഗ് ലൈഫ്. ബാക്കി എന്താണെന്ന് നിങ്ങൾ കണ്ടു പറയാം കേട്ടോ.